ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നല്ല പഞ്ഞി പോലത്തെ ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഇതുപോലെ നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചാൽ ഈ മാവ് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമേ. ഞാനിപ്പം ഇതുപോലെ മാവ് തയ്യാറാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് ആവശ്യമുള്ളപ്പം അതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ തയ്യാറാക്കാം. ഇതുകൊണ്ടോ ഞാനിപ്പം ഇതുപോലെ ഒരാഴ്ച വരെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതുപോലെ മാവ് അരച്ചെടുത്ത് വെക്കും. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മാവ് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മുമ്പ് നമ്മൾ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതുകൊണ്ട് ദോശയോ ഇഡ്ഡലിയോ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും കുറച്ച് മാവെടുത്ത് വെച്ചിട്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണിയും എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അധികം ജങ്ക് ഫുഡൊന്നും കൊടുക്കാതെ നമുക്ക് നോക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ഈ മാവ് തയ്യാറാക്കാനുള്ള അരി ഒന്ന് കുതിരാനായിട്ടിടാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട്. അളവിന് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് കാണിക്കുന്നത്. 3 ഗ്ലാസ് പച്ചരി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലി ദോശ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ അരിയോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി ആണെങ്കിലും പറ്റും. ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടിയത് 1/2 ഗ്ലാസ്, ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ അരി എടുത്തത് അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് ചവ്വരി, സാധാക്കി നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ, അത് 1/2 ഗ്ലാസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് അവലെന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കനമുള്ള അവല. അപ്പം നമ്മൾ അരിയുടെ കൂടെ തന്നെ ഇതും കുതിരാനായിട്ട് ഇടണം. കനം കുറവുള്ള അവലാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് ഒന്ന് കുതിർത്ത് ഇതിൻ്റെ കൂടെ അരച്ചാൽ മതി. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ്, 3 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വീതം ചവ്വരി, ഉഴുന്ന്, പിന്നെ അവൽ, പിന്നെ വലിയ സ്പൂണിന് 1 സ്പൂണ് ഉലുവ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം നമ്മൾ കഴുകി വെള്ളം ഇതുപോലെ തെളിയണം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി നമുക്കിതൊരു 6 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. 6 മണിക്കൂർ നന്നായിട്ട് കുതിർത്താലേ നമുക്ക് ആ ഉലുവയും ചവ്വരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുകയുള്ളൂ. ഇത് കണ്ട് ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ അരിയെല്ലാം ഒന്ന് കുതിർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല നൈസായിട്ട് വേണം നമ്മൾ ആ അരി അരച്ചെടുക്കാൻ. എന്നാലും നമുക്ക് ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം ഇഡ്ഡലിക്ക് മാത്രമാണ് ഇതുപോലെ മാവ് അരയ്ക്കുന്നതെങ്കിൽ കുറച്ച് തരിയോടെ അരച്ചാലും കുഴപ്പമില്ല. ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടെ അരയ്ക്കുവാണെങ്കിൽ നല്ല ഫൈനായിട്ട് അരയ്ക്കണം. എന്നാൽ ആ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ ദോശ ചുട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാലും ഹാർഡാകാതെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പം ഞാനൊരു 3 ബാച്ചായിട്ടാണ് അരിയെല്ലാം അരച്ചത്. അരച്ച മാവെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറും കൂടെ കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം അധികമായി പോകരുത്. കുറച്ച് ഇഡ്ഡലിയുടെ ദോശയുടെയൊക്കെ മാവിന് പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ കൈവിടാതെ ഇതുപോലെ, ഇപ്പോൾ 2-3 ബാച്ചൊക്കെ ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ അരച്ചത്. അപ്പോൾ ആ മാവെല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളിത് മൂടി ഓവർനൈറ്റ് റെസ്റ്റ് ആകാനായിട്ട് വെക്കാം. ഞാൻ രാത്രിയിലായിരുന്നു മാവ് അരച്ച് വെച്ചിരുന്നത്. രാവിലെ ആയപ്പം ഇതുപോലെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്യാം. ഒത്തിരി നമ്മൾ ഇതുപോലെ പൊങ്ങിയ മാവിനെ ഒരുപാടിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്. ചില സമയത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന മാവ് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മാവ് മാത്രം വേറെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ച് കൊടുത്തിട്ട് ഒരു ടിഷ്യൂവോ തുണിയോ കൊണ്ട് നമുക്കതൊന്ന് ആ വെള്ളം തുടച്ച് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് 1-1.5 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് ദോശ തയ്യാറാക്കാം. നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് ഇതുപോലെ കുറച്ചിങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ചൂടാം. എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലാകുമ്പോൾ നമുക്ക് എണ്ണ ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. കുറച്ച് വെള്ളം തളിച്ച് ഇങ്ങനെ ചുട്ടെടുക്കാം. ഇതുകൊണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ തയ്യാറാക്കും മാവൊക്കെ പൊങ്ങിയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ള മാവ് മാത്രം, ഇപ്പത്തേന് വേണ്ടിയ മാവ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിത്തെ മാവ് അപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാൻ. ടിൽ ദെൻ ബൈ ബൈ.